കേക്കച്ചനേക്കാൾ യോഗ്യൻ ചെന്താമരയും ഗോവിന്ദച്ചാമിയും. കേക്കച്ചനേക്കാൾ പ്രതിപക്ഷ നേതാവാകുവാൻ യോഗ്യൻ കൊലപ്പുള്ളി ചെന്താമരയോ ഗോവിന്ദച്ചാമിയോ ആണെന്ന് അഭിപ്രായപ്പെടുന്നത് മറ്റാരുമല്ല, അടിയുറച്ച കോൺഗ്രസ് അനുഭാവിയായ പത്തനാപുരം സ്വദേശി ബാബുവാണ്. മിഷൻ 250യുടെ 24-ാം ദിവസമായി ഇന്ന് ലഭിച്ച പ്രതികരണം കേൾക്കുക. എന്റെ സ്ഥലം പത്തനാപുരമാണ്. ഞാനിപ്പോ മലപ്പുറത്താണ്. ഞാൻ മലപ്പുറത്തുനിന്ന് ഇപ്പൊ പറയുന്നത്. എന്റെ പേര് ബാബു. ഇപ്പൊ 2 ഇലക്ഷൻ വരുന്നുണ്ട്. ഈ സതീശനെയും പിന്നെ മറ്റേന്ത് രമേശ് ചെന്നിത്തല, ഇവന്മാരെ രണ്ടിനെ ഇതിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ ഇപ്പൊ ഈ നേരത്തെ ഉള്ള 2 ഇലക്ഷന് ഈ കോൺഗ്രസ് തോറ്റമാരിയുള്ള ഇതാണ് ഇവർക്ക് ഇനി വരാൻ പോകുന്നത്. പിന്നെ ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പില്, ഉമ്മൻചാണ്ടി സാറിന്റെ മോനെ ചാണ്ടി ഉമ്മൻ, ഇവര് 3 പേരാണ് ഇതിന്റെ മെയിനായിട്ട് നിൽക്കേണ്ടുന്നത്. ഇവന്മാരെ അടിച്ച് കളഞ്ഞില്ലെങ്കിൽ ഈ കോൺഗ്രസിന് വലിയ പരാജയം ഇനി വരാൻ പോകുന്നു. ഈ വി ഡി സതീശനെക്കാട്ടി നല്ലതാ ഗോവിന്ദച്ചാമിയോ ചെന്താമരയോ നിർത്തുന്നത്. ഇവനെ അടിച്ച് ദൂരെ കളഞ്ഞില്ല, ഭയങ്കര പരാജയം ഇവർക്ക് വരും. ഇവന്മാർ ഇതിനകത്ത് നാക്കെടുത്ത് അനങ്ങാൻ ഒരുത്തന് കഴിവില്ല. കോൺഗ്രസിൽ കുറെ വായ്നോക്കികൾ നടക്കുക. ഇപ്പൊ നോക്കിയോ, ഇവന്മാര് തോറ്റ് തൊപ്പിയിടും ഈ വി ഡി സതീശനെ, ഈ രമേശ് ചെന്നിത്തല, ഇവന്മാർ രണ്ടുമാണ് ഇവന്മാരെ ഈ വെള്ളത്തിൽ മുക്കുന്നത്. അതിനകത്ത് നല്ല കഴിവുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ നിർത്താനുള്ള ഇനി വായ്നോക്കികളെ നിർത്തുന്നു. പഴയ കാലത്ത് ഇന്ദിരാഗാന്ധി ഒക്കെ ഉള്ള സമയത്ത് ഇതുപോലെ അടിയും പിടിയൊന്നുമില്ല. ഇവന്മാർ കടന്ന് അടിച്ച് നാശം പതിക്കും. അതിനകത്ത് ഈ കോൺഗ്രസിന്റെ താഴ്വേര് പറയാനുള്ള പരിപാടിയാണ് ഇവന്മാര് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പൊ വരുന്ന ഇലക്ഷനിൽ അറിയും. ഇവന്മാരെ മാറ്റിയില്ലെങ്കിൽ ഈ കോൺഗ്രസിന്റെ കുത്തുവാള എടുക്കും. ഈ രാഹുലിനെ മാറ്റി നിർത്തേക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ഇവന്മാരെ പ്രതികൂലമായി ബാധിക്കുമോ? രാഹുലിനെ മാറ്റി ഇപ്പം ജനങ്ങൾ രാഹുലിന്റെ കൂടെ ആണ്. അത് വേറൊരു സത്യം. ജനങ്ങള് രാഹുൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസ് നല്ല ഒരു ഇതെന്ന് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും പിന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ മോൻ ചാണ്ടി ഉമ്മന്, ഇവരൊക്കെ നല്ല കഴിവുള്ളവരാ. അതുപോലെ ആ വടകര MLA ഉണ്ടല്ലോ, കേക്കേരമ, ഇവരൊക്കെ നല്ല കഴിവുള്ളവർ. ഈ രമേശ് ചെന്നിത്തലയും കുതികാല് കിട്ടുന്നവനാ ഈ വി ഡി സതീശൻ. ഒരു പ്രതിപക്ഷം കേരളത്തിലുണ്ടോ സാറേ? ഉണ്ടോ? പിന്നെ ഇത്രയും സ്വർണ്ണപ്പാളി അടിച്ചുകൊണ്ട് പോയി ഇപ്പൊ ഈ കോൺഗ്രസിന്റെ ഭരണമായിരുന്നു ഇപ്പൊ നടന്നുകൊണ്ടിരുന്ന ഈ പിണറായി പാർട്ടികൾ ഇവന്മാരെ തീ വെച്ച് കൊന്നേനെ. ഇവന്മാർ ഒരു നാക്കെടുത്ത് ഇവന്മാർ ചലിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ? എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നത്. ശബരിമലയെന്ന് വരെ അയ്യപ്പന്റെ സ്വർണം അടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഇവന്മാർ ചലിക്കുന്നുണ്ടോ? ഇവൻ പിണറായിയുടെ വീട്ടിൽ ചെന്നിരുന്ന ചോറുകൊണ്ട് നക്കി നടക്കുന്ന വെറും തെണ്ടി എന്ന് പറഞ്ഞാൽ വെറും തൊണ്ട്. ഇവനെ അടിച്ച് ഊറൊക്കെ കണ്ടുന്ന സമയം കഴിഞ്ഞു. ഇവനെ പൊക്കിക്കൊണ്ട് കിടക്കുമോ? പ്രതിപക്ഷ നേതാവാണ്. എന്തോ എന്റെ പ്രതിപക്ഷമോ? സാറൊന്ന് പറ. ഇവൻ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന കുലംകുത്തിയല്ലേ? ആ കുലംകുത്തി എന്ന് പറഞ്ഞാ ചെന്താമരയെക്കാട്ടി നാണം കെട്ടാൻ വേറും തെണ്ടി. സത്യം എന്താണ്ട് പല്ലി കല്ലും വേറും തെണ്ടി. പല്ലി കൊല്ലി ആ ഒരു വാക്ക് സാറ് പറഞ്ഞപ്പോ ഇവനെ അടിച്ച് ദൂരെ കളയേണ്ടത് സമയം കഴിഞ്ഞത്. ഇവനെ വെച്ചുകൊണ്ടിരുന്നാൽ ഇനി ഈ കോൺഗ്രസ്സുകാർ ഇനി തോറ്റ് തുന്നം പാടും. എനിക്ക് യാതൊരു സംശയമില്ല. ഇവന്മാര് അതുപോലെ തന്നെ ഇതില്ല. അവനുണ്ടല്ലോ സാറേ, ഈ KM മാണിയുടെ മോനെ, ജോസ് KM മാണി, അവനൊക്കെ ഇതിൽ നിന്ന് പോയവന്. അവനെയൊക്കെ പിന്നെ കോൺഗ്രസിനകത്തോട്ട് കൊണ്ടുവരാനൊക്കെ ഉണ്ട്. ഈ അടൂർ പ്രകാശൊക്കെ കിടന്ന് ഈ തൂറിയനെ ചുമക്കുന്ന കൂടെ നാറുമെന്ന് പറഞ്ഞാൽ ഇവനൊക്കെ എന്തോ ഇനി പോയവൻ പോട്ട് ഓരോ അവസരം നോക്കി മറ്റേ ഈ ശവന്തീനി കഴുകന്മാരെ പോലെ എവിടെയെങ്കിലും ഹൃദയം കിടക്കുന്നു അറിയുമ്പം പറന്നു പോകുന്ന പോലെ പറന്നു കിടക്കുന്ന ഇവനെ പിടിച്ച് കയറ്റാൻ. ഈ ഇത്രയും മിടുക്കന്മാരായിട്ടുള്ള ആളുകളുള്ളപ്പം ഈ അടൂർ പ്രകാശ് അവൻ നടക്കുക. പിന്നെ ഇവനെ പിടിക്കാൻ ആര്? ജോസ് KM മാണിയെ പിടിക്കാൻ. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇല്ല അണ്ണാന് മാവേ കയറുമ്പോ അടുത്ത കമ്പേ പഴുത്ത വാങ്ങ കിടക്കുമ്പോ അത് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ അന്നേരത്തെ ഒഴുക്കിനനുസരിച്ച് നീന്തുന്നവന്മാര്. ഗണേശും എല്ലാം അത് തന്നെ. ഇവനെയൊക്കെ അടിച്ച് ദൂരെ കളയേണ്ടുന്ന സമയം എന്നേ കഴിഞ്ഞെന്നറിയും. എന്തായാലും സാറിന്റെ നല്ലൊരു ചാനല ഇത്. ഞാൻ എപ്പോഴും ഇത് വെച്ച് കേട്ടോണ്ടിരിക്കുവോ. രാഹുലിനെ ഇപ്പൊ ഇവന്മാര് പണിയാൻ നോക്കിയിട്ട് ഇപ്പൊ രാഹുലിന്റെ അവസ്ഥ എങ്ങനെ? ഈ കേക്കച്ചനാണോ പണിയിട്ട് രാഹുലിനായിട്ടാണോ ഇപ്പൊ യഥാർത്ഥത്തിൽ എന്താ അവസ്ഥ? ഇപ്പൊ പണി കിട്ടിയേക്കുന്നത് കേക്കച്ചനാ. അവനെ ഒരു മനുഷ്യന് കണ്ടുകൂടായില്ല. അവനാണ്ടിപ്പോ എങ്ങാണ്ട് ആശാവാക്കന്മാരുടെ സമരത്തിന് തിരുവനന്തപുരത്ത് എങ്ങാണ്ട് കയറി ഇരുന്നപ്പോ അന്നേരം ഈ രാഹുൽ മാങ്കൂട്ടം ഉന്നയിച്ച് മാറിയത് പുള്ളിക്കാരന്റെ ഒരു മര്യാദയാണ്. പക്ഷെ ഈ പെണ്ണുങ്ങൾ എന്തിനാ എവനെ അടിച്ച് ദൂരെ കളയാനുള്ളതെന്ന്? എന്നിട്ട് ഈ പെണ്ണുങ്ങൾക്കല്ല ഈ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോടായിരുന്നല്ലോ താല്പര്യം. അതായത് എവിടെ ചെന്നാലും പുള്ളിക്കാരൻ നല്ല സ്വീകരണമാണ്.
രാഹുലിന്റെ ഒരു ഫ്യൂച്ചർ എന്ത് തോന്നുന്നു? ഇവന്മാർ ഇതുപോലെ പണി കൊടുത്ത് ഇവന്മാർ വെളിയിൽ വെച്ചാലും രാഹുലിന്റെ ഒരു അവസ്ഥ എന്താ? കേക്കത്തിന്റെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും? രാഹുലിന്റെ അവസ്ഥ എന്തുവാന്ന് ചോദിച്ചാൽ രാഹുലിന് ഇപ്പൊ മുൻതൂക്കമോ ഇതിനകത്ത് മുൻതൂക്കം ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ വല്യമ്മമാര് വരെ രാഹുൽ മാങ്കൂട്ടം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഏഴ് ജീവനാ. ഇവനെന്ന് കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ മനുഷ്യനൊരു അവജ്ഞയാണ്. ഈ വി ഡി സതീശൻ ഒരു പ്രതിപക്ഷം കേരളത്തിനകത്ത് ഉണ്ടോ സാറേ? ഉണ്ടോ? ഇല്ല. ഒരു രമേശ് ചെന്നിത്തല നടക്കുന്നു, വായി വിരൽ വിട്ടുണ്ട്, അവനും വായി നാക്കുമില്ല മൂക്കുമില്ല. ഇവനൊക്കെ എന്തോ നടക്കുമോ? മനുഷ്യനെ കോൺഗ്രസിന്റെ അഡ്രസ്സ് കളയാൻ വേണ്ടി ഇവന്മാർ കുറെ എണ്ണം അങ്ങ് ഇറങ്ങിയേക്കുവോ മുഖ്യമന്ത്രി തൊലിക്കാൻ. ഇവനെക്കാട്ടി നല്ലത് മുഖ്യമന്ത്രി വല്ല പിറ്റക്കാരെ വല്ലതും പിടിച്ച് ഏൽപ്പിക്കുന്നു. ഇവ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയി കയറി കഴിഞ്ഞാൽ ഇപ്പൊ ഈ നടക്കുന്ന ഭരണത്തിനെക്കാട്ടി വലിയ ദുർഗതിയാണ് വരാൻ പോകുന്നത്. വലിയ ഗതികേടാണ് ഇപ്പൊ കേരളത്തിൽ ഇവനൊക്കെ മുഖ്യമന്ത്രിയാക്കിയത്. അതുപോലെ ഈ രമേശ് ചെന്നിത്തല ഒരു കഴിവ് കേട്ടവനാ. ഈ ഞാൻ നോക്കിയിട്ട് മുഖ്യമന്ത്രി ആണ്ടുന്നത് ഒന്നീ ഷാഫി പറമ്പിൽ, അല്ലെ രാഹുൽ മാങ്കൂട്ടം, അല്ലെ ഈ പിന്നെ ചാണ്ടി ഉമ്മൻ. ഇവര് 3 പേരുമാണ് സ്ട്രോങ്. ഇവര് 3 പേരിൽ ആരേലും ഒരാൾ ആക്കാന്നുണ്ടെ ഈ കേരളം രക്ഷപ്പെടും. ഇത് പറയുമ്പോ നമ്മുടെ ഈ യുവമാരൊക്കെ ചിരിക്കുക, യുവമാര് പിള്ളേർ കളിയാകത്തില്ല എന്നൊക്കെ പറയുന്നത്. യുവമാർ ഈ മുതുകളവന്മാര് കയറിയാലേ ഭരിക്കാൻ പറ്റത്തുള്ളൂ എന്നാ യുവമാര് പറയുന്നത്. മുതുകളവന്മാരില്ല സാറേ, ഇത്രയും കാലം കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്തോ നടക്കുന്നു? ഇവനൊക്കെ കയറി എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ സ്റ്റേറ്റ് കാറിനകത്ത് കയറി പറന്ന് ഇങ്ങനെ നടന്ന ആൾക്കാരുടെ മുമ്പിൽ ഷൈൻ ചെയ്ത് ഇങ്ങനെ നടക്കണം. പിള്ളേരെന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേർ. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ 3ാം ക്ലാസ്സും സ്ലേറ്റും കല്ലുവനത്തിലും കുത്തി പിടിച്ചേച്ച് നടന്നവനാ. ഇവനൊക്കെ ഒരു വിവരവും ഇല്ല, ബോധവും ഇല്ല. അവനൊക്കെ എന്ന് പറഞ്ഞാൽ കുരിയിലോട്ട് കാലും നീട്ടിയിരിക്കുക ഇവന്മാര്. ഇവൻ മണി ചെയിൻ തട്ടിപ്പുകാരനും ഇതുപോലെ വൃത്തികേട് കാണിച്ച് നടന്നവനും ഇവനൊക്കെ എങ്ങനെ ഇവന്റെ നാടകമാണ്, ഇവനെല്ലാം മേക്കപ്പാണ്, ഇവന്റെ എല്ലാം തരികട പരിപാടിയാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായില്ലേ ഈ കേക്കച്ചന്റെ? സംശയം എന്തുവാ? അത് എന്നേ മനസ്സിലായി. ഇപ്പൊ സാറിന്റെ ചാനലിൽ കൂടെ പറയുന്ന അവന് ആരേലും ഒരാൾ സൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. എല്ലാരും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ, ഷാഫി പറമ്പിലിന്റെ, പിന്നെ ചാണ്ടി ഉമ്മന്റെ പേരില്ലേ പറയുന്നത്. ഇവരൊക്കെ വരാവുന്ന, അല്ലെങ്കിൽ ഇവന്മാരെ എല്ലാം ഈ BJPയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം പിരിച്ചു വിട്ടോണ്ട് സൗദി അറേബ്യ മാതിരി രാജഭരണം ഏർപ്പെടുത്തണം. ഇവന്മാരെല്ലാം വന്നാലും കണക്കാ. കോൺഗ്രസ് വന്നാലും കമ്മ്യൂണിസ്റ്റ് വന്നാലും BJPക്കാർ ആര് വന്നാലും ഇവിടെ കണക്കാണ്. ഈ ഞാൻ നോക്കിയിട്ട് ജനായത്ത ഭരണം ഇവിടെ പിരിച്ചു വിടണം. പിരിച്ചു വിട്ടോണ്ട് സൗദി അറേബ്യ മാതിരി രാജഭരണം ഏർപ്പെടുത്താമെന്നുണ്ടെങ്കിൽ ഈ നാട് രക്ഷപ്പെടും. അറിയാ, കൊലപാതകം ചെയ്യുന്നവനെ അപ്പോഴേ അവനെ തട്ടണം. അതുപോലുള്ള നടപടികൾ ഇവിടെ വേണം. അല്ലാതെ ഇവന്മാർക്ക് ഏതവൻ കയറിയാലും കണക്കാ. കക്കാനും മൂട്ടിക്കാനും കാറിനകത്ത് കയറി പറക്കാനും അവനവന്റെ പോക്കറ്റ് വീർപ്പിക്കാനും ഇവന്മാരല്ല. ഈ കേക്കച്ചനെ എത്രയും പെട്ടെന്ന് എടുത്ത് കളഞ്ഞില്ല കോൺഗ്രസിന് എന്താ സംഭവിക്കാൻ പോകുന്നത്? കോൺഗ്രസിന് സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് ചോദിച്ചാല്, ഇപ്പൊ ഒരു 25 വയസ്സുള്ള ആരോഗ്യമുള്ള ഒരുത്തൻ നടന്നു പോകുമ്പോ പെട്ടെന്ന് അറ്റാക്ക് വന്ന് അവന്റെ കാറ്റ് പോകുന്നു, അതുപോലെയേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. 25 വയസ്സുള്ള നല്ല ആരോഗ്യമുള്ള ഒരുത്തൻ നടന്ന് റോഡിൽ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ അവൻ അറ്റാക്ക് വന്ന് ചാവുന്നു എന്ന് പറഞ്ഞ പോലെ മാത്രം ചിന്തിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും ചിന്തിക്കാനില്ല. കേക്കച്ചൻ നടക്കുന്നു. ചുമ്മാ അവനൊക്കെ യോഗം എല്ലാത്തിനകത്തും പെട്ടവന്മാരാണ്. പെണ്ണുകേസും കിണ്ണുകേസും. എന്നിട്ട് അവന് രാഹുൽ മാങ്കൂട്ടത്തിനെ പെണ്ണുകേസിൽ പെട്ടിട്ട് തെളിവില്ലല്ലോ. ഈ പറഞ്ഞവരാരും തെളിവ് കൊടുക്കുന്നില്ലല്ലോ. പോലീസ് എല്ലാം നടന്നതൊക്കെ ഒരു തെളിവും കിട്ടുന്നില്ല. അപ്പൊ അതിനകത്ത് സത്യമേ വിജയിക്കത്തുള്ളൂ. തെളിവുണ്ടെന്നാണല്ലോ പറയുന്നത്. തെളിവുണ്ടെങ്കിൽ ഇവന്റെ സാറെ പുറത്ത് വിടാത്ത എന്താ? തെളിവുണ്ടായാലും അതൊക്കെ ചുമ്മാ നമ്പരാന്ന്. ഇവനെ നിന്ന് പിഴയ്ക്കണ്ടായ. അതിനുവേണ്ടി ഓരോ തെളിവുള്ളൊരു തെളിവ്. ഇപ്പൊ ഒരു കൊലക്കേസ് വരുമ്പം സാക്ഷികൾ കോടതിയിൽ പറയുന്നത് അവര് കണ്ടിട്ടില്ലേ അവര് പറയുന്നത് ഇല്ലേ എന്ന് പറ. തെളിവുണ്ടെങ്കിൽ ഇവൻ പറയണം. എന്താ പറയാത്ത എന്താ എന്ന് പറഞ്ഞ മാതിരി ഇവനെയൊക്കെ കളഞ്ഞില്ല കോൺഗ്രസ് ഒക്കെ. ഇനി ഇപ്പൊ ഈ ചാൻസിൽ കൂടെ കോൺഗ്രസ് കയറിയില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കയറത്തില്ല. പിന്നെ അങ്ങനെ ഒരു പാർട്ടിയെ ഈ കേരളത്തിൽ ഇല്ലെന്ന് കണക്ക് കൂട്ടിയേച്ചാൽ മതി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.